പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദു ചേച്ചിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് അതിനുശേഷം അനാമികയുടെ കാരണത്തൊന്ന് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് അതിൽ അവസാനിക്കുന്നില്ല, ചവിട്ടി കൂട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഉന്തിയിടുന്നുണ്ട്. അങ്ങനെ ജാനകിയും ജലജയും കൂടി ചെന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ പപ്പട പരുവാക്കിയനായിരുന്നു നമ്മുടെ അനാമികനെ നന്ദു. അതിനെങ്കിൽ അത് കണ്ട് നിന്ന് ആസ്വദിച്ച് നിന്നുള്ളൂ, ഒന്നും പിടിക്കാനോ നിന്നില്ല, നന്നായുള്ളൂ എന്നുള്ള ചിന്തയിലായിരുന്നു. അതിനുശേഷം നയന പറയുന്നുണ്ട്, എനിക്ക് തീരെ വയ്യ, നിങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കാൻ പറയും. എൻ്റെ ചേച്ചീനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും, പക്ഷെ നീ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ, ഇതായിരിക്കില്ലേടി നിൻ്റെ പ്രതികരണം എന്ന് പറയും. എന്നാൽ നീ ഞങ്ങളെ കൂടി തല്ലടി എന്ന് പറയും. ആ തല്ലും അനാവശ്യമായിട്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും കിട്ടും എന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛനും അമ്മയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ കാരണത്തിൽ ഞങ്ങൾ ഒന്ന് കൊടുത്തേനെന്ന് ജാനകി പറയുമ്പോൾ ജാനകിയോട് പറയുന്നുണ്ട്, അവർ കാരണത്ത് കൊടുക്കണമെന്ന് കുഴപ്പമില്ല, പക്ഷെ തിരിച്ചു കിട്ടണതും പേടിച്ചിട്ടായിരിക്കണം ഇവിടുന്ന് പോണത്. നിങ്ങളുടെ മോനെ ഇവിടുന്ന് നിങ്ങൾ വിളിച്ചിട്ടുണ്ടോക്കൊള്ളാൻ പറയും. അതുപോലെ തന്നെ അനാമികയോട് പറയും, നിൻ്റെ ഭർത്താവിനെ നീ സ്നേഹിച്ച് നീ വശത്താക്കണം, അതാണ് നിൻ്റെ മിടുക്ക്, അല്ലാതെ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കുറ്റം പറയല്ല വേണ്ടതെന്ന് പറയും. മര്യാദയ്ക്ക് ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്കാൻ പറയും. എൻ്റെ വീടെന്ന് പറയുമ്പോൾ നിൻ്റെ വീടോ, ഇത് ആദർശ് മേടിച്ച് തന്ന വീടല്ലേ എന്ന് ജലജ ചോദിക്കും. അതെ അങ്ങനെയാണ്, പക്ഷെ ഇപ്പം ഞങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങളുടെ വീടെന്ന് പറയും. അതിനുശേഷം എല്ലാവരും കൂടി പോകാൻ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കിട്ടും, ഇവൾ കരാട്ടയും കളരിയൊക്കെ പഠിച്ചതെന്ന് ജലജ ജാനകിയോട് പറയുന്നുണ്ട്. എന്നിട്ട് തിരിഞ്ഞു പോകും. ആ സമയത്ത് ജാനകി പറയുന്നുണ്ട്, ഇവളെ എൻ്റെ മരുമകളുടെ സ്ഥാനത്ത് ഇവളാകാൻ നിർത്താമെന്ന് നീ വിചാരിക്കേണ്ട, അങ്ങനെയുണ്ടെങ്കിൽ എന്നെ വെള്ളം പതിപ്പിച്ചിട്ട് അത് നടക്കുള്ളൂ. ഇനി എന്ത് കേൾക്കാനും കാണാനുണ്ട് ഇവിടെ നിൽക്കണം, മര്യാദയ്ക്ക് എൻ്റെ പിന്നാലെ വാടാ എന്ന് പറയും. അങ്ങനെ അനിയോട് ഒത്തിരി ദേഷ്യപ്പെട്ട് തന്നെ അതിനെയും പറയും, പൊക്കോ ഇവിടുന്ന് മോൻ, ഇവിടെ നിൽക്കണ്ട, അതുപോലെ തന്നെ ഇവിടെ നടന്ന കാര്യം ദൈവത്തെ ഓർത്ത് വീട്ടിലാരും പറയരുതെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പോകും. പിന്നെ ചേച്ചീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊക്കെ നമ്മുടെ നന്ദു ഒരുപാട് ശ്രമിക്കുന്നുണ്ടെങ്കിലും നയനെ കൂട്ടാക്കണമൊന്നുമില്ല. ഹോസ്പിറ്റലിലേക്ക് ഒന്നും പോകണ്ടെന്ന് തന്നെ പറയാം. പിന്നീട് വീട്ടിൽ ചെന്നിട്ട് അനാമികരെ കള്ളക്കണ്ണീരൊഴുക്കലായിരുന്നു. ഇതൊന്നും വീട്ടിൽ പറയല്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനിയും അവിടെ ഹാളിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത് എന്ന് ചോദിക്കും. അവൻ പോയതിൻ്റെ പിന്നാലെയാണ് വല്യമ്മ പോയത്, അത് കാരണം കൊണ്ടല്ല അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടത്. പറഞ്ഞിട്ട് കാര്യമില്ല ഏട്ടത്തി, അതുമാതിരി കാഴ്ചയിൽ മോള് കണ്ടത്, പിന്നെ എങ്ങനെയാണെന്നൊക്കെ ആലോചിക്കുന്നത്. അതിനുശേഷം എന്താണ് ജലജ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇവൾക്ക് നല്ല തല്ലാണ് കിട്ടിയത്, ഇവൾക്ക് 2 തല്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, നന്നായി കിട്ടിയിട്ടുണ്ടെന്ന് ഇങ്ങനെ സന്തോഷത്തോടെ ആസ്വദിക്കുന്നു. എന്നിട്ട് മുട്ടനാട് ചോര കുടിക്കുന്ന പോലെ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിടിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ആ സമയത്ത് അനി അങ്ങോട്ട് വരുന്നുണ്ട്. അതേ വരുന്നുണ്ടാവും എന്ന് പറയും. അനി വരുമ്പോൾ പറയും, മോൻ എടാ നിന്നോട് ആര് പറഞ്ഞിടാ എൻ്റെ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ, അവളുമാർ തല്ലും, അവൾ തല്ലുന്ന കണ്ട് നീ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അവൻ ചെയ്യും, ഞാൻ ഇനിയും ചെയ്യും, അവരെ ഉപദ്രവിക്കാൻ എന്തിനാണ് പോയത്, ഞാൻ പോയത് നന്ദുവിനെ കാണാനല്ല എൻ്റെ ഏട്ടത്തിനെ കാണാനെന്ന് പറഞ്ഞപ്പോൾ അതിന് അവൾക്ക് എന്താണ് അസുഖം എന്ന് ചോദിക്കും. അതൊന്നും ഇപ്പം നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, എനിക്കത് പറയാൻ താല്പര്യമില്ല എന്ന് പറയും. എന്നാൽ നീ എന്നോട് തിരികെ സ്നേഹം ഉണ്ടെങ്കിൽ മോളെ വേദനിപ്പിക്കരുത്, അല്ലെങ്കിൽ ഇതേ മോള് വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോണവർ പൊക്കോട്ടെ, ഞാൻ ഇവളെ പ്രവൃത്തി നല്ലതല്ലെങ്കിൽ ഇത് ഇനിയും ഇതേപോലെ ഉണ്ടാവും എന്ന് പറഞ്ഞ് അതിന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോകും. അതിനുശേഷം അനിയനെ ഫോൺ ചെയ്യുന്നു ആദർശ് ചേട്ടാ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താടാന്ന് ചോദിക്കും. ചേട്ടാ എത്രയും പെട്ടെന്ന് ഏട്ടത്തിയുടെ വീട്ടിലേക്ക് പോകണം, എന്ത് പറ്റുന്ന ഈ കാര്യം എന്താണെന്ന് പറ, ഏട്ടത്തി ഒന്ന് വീണു, എങ്ങനെയെന്ന് ചോദിക്കും. അതൊക്കെ അവിടെ ചെന്നിട്ട് പറയും, ഏട്ടൻ പോകുമെന്ന് പറയും. അങ്ങനെ ആദർശ് വേഗം വണ്ടി തിരിച്ച് അങ്ങോട്ട് പോകുന്നുണ്ട്. അത് പിന്നാലെ നമ്മുടെ അനാമിക കേട്ട് വരുന്നുണ്ട്, ഓ അവൻ്റെ ഭർത്താവിനില്ലാത്ത വിഷമമാണ് നിനക്ക്, അവൾ വീണപ്പോൾ ഇനി ഭർത്താവിനെ വിളിച്ച് അറിയിക്കുന്നു, ഇനി അയാൾ എൻ്റെ അടുത്തേക്ക് എന്തും പറഞ്ഞാണാവോ വരുന്നതെന്നൊക്കെ പറയും. ആ പറയോടി എൻ്റെ ഏട്ടനെ എനിക്ക് വിളിച്ച് പറയാൻ അധികാരമുണ്ട് എന്ന് പറയും. പിന്നെ ജാനകി അങ്ങോട്ട് പോയിക്കും, നിങ്ങൾ തീർന്നില്ലേ വഴക്ക്, മോനെ ഇനി നീ ഇതേപോലെയൊക്കെ വഴക്കുണ്ടാക്കിയ മോന് ഇവനെൻ്റെ കഴിച്ചിട്ട് ആദ്യത്തെ ശേഷം എൻ്റെ കവളിങ്ങനെ ചോക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അത് നിൻ്റെ കയ്യിലിരിക്കുന്നതെന്ന് പറയും. സ്വന്തം നോറ്റിരിക്കുന്ന എന്നെ കൊണ്ട് ആവശ്യമില്ലാത്ത ചെയ്യിപ്പിക്കാണ്ടിരുന്നാൽ നിനക്ക് നല്ലതെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇപ്പം നീ എന്തിനാണ് മലയ്ക്ക് പോകണതെന്ന് ഭഗവാൻ ഇഷ്ടപ്പെടുന്നില്ല, നിന്നെപ്പോലെ ഒരുത്തൻ അങ്ങോട്ട് കയറുന്നുണ്ട്. ഒരു തെറ്റും ഞാൻ മാലിട്ട് ചെയ്തിട്ടില്ല, എൻ്റെ ഏട്ടനും ഞാനും, അതെൻ്റെ മുത്തച്ഛന് നന്നായി അറിയാം, അതേക്കുറിച്ച് നീ പറയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് 2 പേരും കൂടെ. അതിനുശേഷം നമ്മുടെ ആദർശിനെ കാണിക്കുന്നത്, ആദർശിലേക്ക് നന്ദുവിലേക്ക് ചെന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി ഞാൻ എങ്ങനെ വീണത്, എന്താ മോളുണ്ടായെന്ന് ചോദിക്കും. അത് ചേട്ടനകത്തേക്ക് ആദർശ് ചേട്ടൻ ചെല്ലുമ്പോൾ മനസ്സിലാവും, ചേച്ചി പറയും എന്ന് പറയും. അങ്ങനെ ആദർശ് നയനരെത്തിക്കലും പറയും, എന്താ എങ്ങനെ വീണെന്ന് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ആദർശ് ചേട്ടൻ ദൈവത്തെ ഒത്ത് അതിനോട് ഇനി ഇങ്ങോട്ട് വരരുതെന്ന് പറയണം, അതല്ല ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം, നീ എങ്ങനെ വീണേന്ന് ചോദിക്കുന്നു പറയും. ആ സമയത്ത് നന്ദു അവിടെ വന്ന് പറയും, അനാമിക അനി ഇവിടേക്ക് കുറച്ച് മരുന്നുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പിന്നാലെ അനിയുടെ അമ്മയും അനാമികയും അതുപോലെ തന്നെ അബിയുടെ അമ്മയും കൂടി വന്നിട്ടുണ്ടായിരുന്നു.
പിന്നത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ചേട്ടനെന്ന് പറയും. പിന്നെ സംഭവിച്ച കാര്യങ്ങളൊക്കെ അതിനിടയ്ക്ക് അവൾ ചേച്ചിനെ പിടിച്ചുന്തി സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ അവൾക്കൊന്ന് കൊടുത്തതും ഞാൻ പറഞ്ഞു കൊടുത്തതിലൊരു കുഴപ്പമില്ല മോളെ, നന്നായേ ഉള്ളൂ, നീയല്ല ഞാനാണെങ്കിലും ആ സമയത്ത് കൊടുക്കൂ എന്ന് പറയും. എന്നിട്ട് നിങ്ങൾക്ക് അവളെ തിരിച്ച് നീ ഒന്നും ചെയ്യുന്നിട്ടൊന്നും മിണ്ടാണ്ട് നിൽക്കണം, ബാ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. വേണ്ട, ഹോസ്പിറ്റലിലൊന്നും പോകണ്ട, എനിക്കിപ്പോൾ അത്ര പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നീ തണ്ടലടിച്ചിന് വീണേന്ന് അനി പറഞ്ഞല്ലോ എന്ന് പറയും. ഇല്ലില്ല, ഞാൻ കൈ കുത്തിന് വീണേന്ന് പറയും. അപ്പം നന്ദൂരിന് ദേഷ്യം വരുന്നുണ്ട്, എന്തിനാ ഏട്ടത്തി ഇങ്ങനെ നോണ പറയുന്നത്, ഏട്ടത്തി ചേച്ചി തണ്ടലടിച്ച് തന്നെയാണ് വീണതെന്ന് അനി പറഞ്ഞത് സത്യം തന്നെയാണ് ഏട്ടാ, എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കാൻ പറയും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടന്നൊക്കെ നോക്കി, എനിക്കൊരു കുഴപ്പമില്ല, ദൈവത്തെ ഓർത്ത് ഇതും പറഞ്ഞ് അതിൻ്റെ അനന്തപുരി തറവാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറയും. ആദർശ് ദേഷ്യത്തോടെ എഴുന്നേൽക്കും. ഇനിയും ഇങ്ങോട്ട് വരും, ഇത് അവൻ്റെ ചേട്ടത്തിൻ്റെ വീടിന്, അതുപോലെ തന്നെ എന്നെക്കാളും നിന്നെ മനസ്സിലാക്കിയത് അവനാണ് ആദ്യം, അതുകൊണ്ട് തന്നെ നിന്നെ അവന് ജീവനാണ്, അവൻ ഇനിയും വരും, അവനെ തടയാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ് ആദർശ് പോകും. പിന്നീട് അനന്തപുരി തറവാട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കുള്ളൂ, തല്ലിനെക്കുറിച്ചും അങ്ങനെ തലോടിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ അവസ്ഥ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മനെയും കാണാൻ തോന്നണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയായിരിക്കും. അനാമിക ഇങ്ങനെ കള്ളക്കണ്ണീര് ഒഴുക്കണ നേരത്ത് ആദർശം ഇങ്ങനെ പാഞ്ഞു വരുന്നുണ്ട്. ദേ വരുന്നുണ്ട്, എന്തെങ്കിലും അറിഞ്ഞിട്ട്, ആ വരവ് കണ്ടിട്ട് എന്തെങ്കിലും അറിഞ്ഞിട്ടുള്ള വരവാണെന്ന് പറയും. അങ്ങനെ അനാമികയുടെ അടുത്തേക്ക് ഓടിയെത്തി ആദർശ് ചോദിക്കുന്നു, എൻ്റെ ഭാര്യനെ തട്ടിയിടാൻ നിനക്കെന്താടി അവകാശം എന്ന് ചോദിക്കും. പിന്നെ അവകാശം എന്നിട്ട് കണ്ടതല്ലേ അനിയൻ പോയത് അവളെ കാണാൻ, അവൻ പോയതേ അവൻ്റെ ഏട്ടത്തി അമ്മനെ കാണാനല്ലാണ്ട് നന്ദുവിനെ കാണാനല്ല, അവൻ ഇനിയും പോകും, നീ എന്ത് ചെയ്യുന്നു ചോദിക്കും. ഇയാൾ ഇനി കൊണ്ടൊക്കോ അങ്ങോട്ട് എന്ന് പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ പറയും, അതെ നിൻ്റെ സംസ്കാരമാണ് ഈ പറയുന്നതൊക്കെ, നിൻ്റെ കുടുംബത്തെ സംസ്കാരം, എൻ്റെ കുടുംബത്തെ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ എന്ന് ചോദിക്കും. ആ സമയത്ത് എല്ലാവരും അങ്ങോട്ട് വരുന്നുണ്ട്, ദേവയാനിയും അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശി, ദേവയാനെ പിടിച്ച് മുത്തശ്ശിനെ കൊണ്ടുവരുന്നത്. ആ സമയത്ത് എന്താ ഇവിടെ ബഹളം എന്ന് ചോദിക്കും. അതിന് മുന്നേ തന്നെ ആദർശ് കണ്ടമാനം വഴക്ക് പറയുന്നുണ്ട്, നമ്മുടെ അനാമികനെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത്, എൻ്റെ ഭാര്യനെ തൊട്ട് പോകരുത്, പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് തട്ടി കളിച്ചിട്ടുണ്ട് അത് പണ്ട്, ഇനി അത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ മുത്തച്ഛൻ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. അതിന് നയനയ്ക്ക് കുറച്ച് ആയുർവേദ മരുന്നും കൊണ്ടുപോയി, പിന്നാലെ ഇവിടെ ഉള്ള പെണ്ണുങ്ങളും മുഴുവൻ പോയി. എന്നിട്ട് വഴക്കുണ്ടാക്കി ഇവള് നയനനെ തള്ളിയിട്ട് മുത്തച്ഛാന്ന് പറയും. അത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആകെ ഞെട്ടുണ്ട്, മുത്തശ്ശൻ മാത്രമല്ല മുത്തശ്ശി അയ്യോ എന്ന് പറയും. അതെന്താ അത് മാത്രം പറയുന്നപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയില്ല, അവൾ തല്ലിയതോ എന്ന് പറയും. തല്ലിയെങ്കിൽ നന്നായേ ഉള്ളൂ എന്ന് മുത്തച്ഛൻ പറയും. സ്വന്തം ചേച്ചിനെ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായാലും തല്ലും, അത് പോരാന്നാണ് ഞാൻ പറയുക, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ ഇവളന്മാരുടെ കവളത്തിന് വീഴേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും അച്ഛൻ ഞങ്ങളെ കുറ്റം പറയുള്ളൂ, അവളന്മാരവിടെ ചെയ്തതൊന്നും നിങ്ങൾ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ സമയത്ത് നയനമോള് വീണാലത്തെ അവസ്ഥ എന്താണെന്ന് അറിയോ എന്ന് ചോദിക്കും, ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദേവയാനിയൊക്കെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഈ സമയത്തിന് അവൾക്ക് എന്താ കുഴപ്പം എന്ന് ജാനകി ഇങ്ങനെ ദേഷ്യത്തോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.